കുറച്ച് കക്ക ഇട്ടിട്ടുണ്ട്. ഇത് ശകലം ഒന്ന് പുഴുങ്ങിയെടുക്കാം, എങ്കിലും ഇതാ ഈ തോടൊക്കെ ഒന്ന് ഇളകി വരുത്തോളൂ. ഒന്ന് കക്ക അരച്ച് ഫ്രൈ ചെയ്യാം. അതെ, ചട്ടി ചൂടായതിന് ശേഷം എണ്ണ ഒഴിക്കണം. എണ്ണ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിക്കേണ്ട, ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. എണ്ണ ചൂടായി കടുക് പൊട്ടിച്ച ശേഷം വറ്റൽമുളക് കുറച്ചിട്ടിട്ട് വറുക്കണം. ശകലം ചെറുള്ളി, ഇത് വഴറ്റാൻ വേണ്ടി ശകലം ഉപ്പ്. ഉള്ളിയെ വലുതായിട്ട് മൂക്കൊന്നും എടുക്കുക, ചെറിയ രീതിയിലൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ശകലം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ്, മിക്സിയിലടിച്ചതല്ല, ചതച്ചത്. ശകലം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ശകലം ഗരം മസാല. കരിയാതെ നല്ലതുപോലെ മൂക്കണം, ഇത് കരിയാതെ മൂക്കണം. വൃത്തിയാക്കി വെച്ച കണവ വാരിയിടണം. ശകലം വെള്ളം ഒഴിച്ച് അടപ്പ് വെച്ച് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. കുറച്ച് തേങ്ങയിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അടി പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. റെഡിയായതിന് ശേഷം അവസാനം കുറച്ച് കുരുമുളക് പൊടി ഇടാവും, എങ്കിലേ മണവും രുചിയും വരുത്തുള്ളൂ. അവസാനമേ ഇടാവും കുരുമുളക് പൊടി. അങ്ങനെ കക്ക ഇറച്ചി ഫ്രൈ റെഡി. അവസാനം കുറച്ച് നാരങ്ങ നീര്.